ഇന്ത്യയിലെ ഏറ്റവും ഉന്നതമായ പദവിയാണ് ക്യാബിനറ്റ് സെക്രട്ടറി എന്നത്. ഒരർത്ഥത്തിൽ IAS, IPS തുടങ്ങിയ എല്ലാ സർവീസ് അഡ്മിനിസ്ട്രേറ്റീവ് ഉദ്യോഗസ്ഥന്മാരുടെയും തലവനാണ് ക്യാബിനറ്റ് സെക്രട്ടറി. സിവിൽ സർവീസ് ബോർഡിന്റെ തലവനും ക്യാബിനറ്റ് സെക്രട്ടറി തന്നെ. പ്രോട്ടോകോൾ പ്രകാരം ഇന്ത്യയിലെ 11ാമത് പ്രാധാന്യമുള്ള പദവിയാണിത്. ചീഫ് ഇലക്ഷൻ കമ്മീഷണറെ പോലെയുള്ള ചില പദവികൾ മാത്രമാണ് ഉദ്യോഗസ്ഥ തലത്തിൽ ഇതിനു മുകളിൽ വരുന്നത്. നിലവിലെ ക്യാബിനറ്റ് സെക്രട്ടറിയായ രാജീവ് ഗൗബ ഓഗസ്റ്റ് മാസത്തിൽ വിരമിക്കുമ്പോൾ ചരിത്രം കുറിച്ചുകൊണ്ടാണ് അദ്ദേഹം സ്ഥാനമൊഴിയുന്നത്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ നാൾ ക്യാബിനറ്റ് സെക്രട്ടറി ആയിരുന്നത് അദ്ദേഹമായിരിക്കും. 2019 മുതൽ അദ്ദേഹം ക്യാബിനറ്റ് സെക്രട്ടറിയാണ്. മാതൃകാപരവും കളങ്കമറ്റതുമായ സേവനമനുഷ്ഠിച്ച് പടിയിറങ്ങുന്ന രാജീവ് ഗൗബയ്ക്ക് പകരം ആരാണ് ഇനി എത്തുക എന്ന ചർച്ചയാണ് ഡൽഹിയിലെ അധികാര ഇടനാഴികളിൽ നിറയുന്നത്. 3 പേരുകളാണ് ക്യാബിനറ്റ് സെക്രട്ടറി സ്ഥാനത്തേക്ക് ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളതായി പറഞ്ഞു കേൾക്കുന്നത്. ധനകാര്യ സെക്രട്ടറിയായ TV സോമനാഥൻ, ഗുജറാത്ത് ചീഫ് സെക്രട്ടറിയായ രാജ്കുമാർ, ജലശക്തി സെക്രട്ടറിയായ വിനി മഹാജൻ എന്നീ പേരുകളാണത്. 1987 ബാച്ചിലെ IAS ഓഫീസറായ തമിഴ്നാട്ടുകാരൻ TV സോമനാഥനാണ് ഇതിൽ ഏറ്റവും സാധ്യതയുള്ളയാൾ. കഴിഞ്ഞ 3 കൊല്ലമായി ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമന്റെ കീഴിൽ സെക്രട്ടറിയായി പ്രവർത്തിക്കുന്ന അദ്ദേഹം ഏറ്റവും ദുർഘടമായ സമയത്ത് രാജ്യത്തിന്റെ സാമ്പത്തിക സ്ഥിതി കെട്ടുറപ്പോടെ സംരക്ഷിച്ചു നിർത്താൻ മുന്നിൽ നിന്നു. ഇന്ന് അതിവേഗം കുതിക്കുന്ന വികസന സൂചികകളുടെ പിന്നിൽ TV സോമനാഥന്റെ തീക്ഷ്ണമായ ബുദ്ധിയാണ് എന്നാണ് പറയപ്പെടുന്നത്. ധനകാര്യ മന്ത്രാലയത്തിൽ എത്തുന്നതിന് മുൻപ് ലോകബാങ്കിന്റെ ഡയറക്ടറായി സേവനം അനുഷ്ഠിച്ചിട്ടുള്ള അദ്ദേഹം ധനതത്വശാസ്ത്രത്തിൽ കൽക്കട്ട യൂണിവേഴ്സിറ്റിയിൽ നിന്ന് PhDയും ഹാർവാർഡ് സർവകലാശാലയിൽ നിന്നും മാസ്റ്റേഴ്സ് ബിരുദവും നേടിയിട്ടുണ്ട്. തമിഴ്നാട്ടിൽ മുഖ്യമന്ത്രി ജയലളിതയുടെ സമയത്ത് IAS ഓഫീസറായി ജോലി ചെയ്തിരുന്ന സോമനാഥൻ ജയലളിതയ്ക്കെതിരെ വിജിലൻസ് അന്വേഷണത്തിന് ഉത്തരവിട്ടു. ഇതോടെ മുഖ്യമന്ത്രിയുടെ അപ്രീതിക്ക് പാത്രമാവുകയും ചെയ്തു എന്ന ചരിത്രവുമുണ്ട്. അനേകകാലം രാഷ്ട്രീയ നേതൃത്വവുമായുള്ള പ്രശ്നങ്ങൾ തുടർന്നപ്പോൾ രാജിക്കത്തുമായി ജയലളിതയെ കാണാൻ പോയ അദ്ദേഹത്തെ രാജി സ്വീകരിക്കാതെ അവർ മടക്കി അയച്ചു എന്നതാണ് കഥയിലെ ട്വിസ്റ്റ്. ഈ സ്ഥാനത്തേക്ക് പരിഗണിക്കുന്ന രണ്ടാമൻ രാജ്കുമാർ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിശ്വസ്തനായാണ് അറിയപ്പെടുന്നത്. 1987 തന്നെ IAS കേഡറിലുള്ള അദ്ദേഹം തന്റെ ഔദ്യോഗിക ജീവിതം തുടങ്ങിയത് എഞ്ചിനീയറായാണ്. നരേന്ദ്രമോദിയോടൊപ്പം ഗുജറാത്തിലെ നർമ്മദ പദ്ധതിയിൽ രാജ്കുമാർ സേവനമനുഷ്ഠിച്ചിരുന്നു. ഇന്ന് അദ്ദേഹം ഗുജറാത്തിലെ ചീഫ് സെക്രട്ടറിയാണ്. പട്ടികയിലെ 3ാമത്തെ പേരായ വിനി മഹാജനാണ് ഈ സ്ഥാനത്തെത്തുന്നതെങ്കിൽ അതൊരു മറ്റൊരു ചരിത്ര മുഹൂർത്തമാകും. ക്യാബിനറ്റ് സെക്രട്ടറി ആകുന്ന ആദ്യ വനിത എന്ന ബഹുമതി വിനി മഹാജന് നേടാനാവുമോ എന്നാണ് അധികാര ഇടനാഴികൾ ഉറ്റുനോക്കുന്നത്. 1987 തന്നെ IAS കേഡറിലുള്ള വിനി മഹാജൻ പഞ്ചാബ് ചീഫ് സെക്രട്ടറി ആയിരുന്നു. NIA തലവനായി വിരമിച്ച IPS ഉദ്യോഗസ്ഥൻ ദിൻകർ ഗുപ്തയാണ് വിനി മഹാജന്റെ ഭർത്താവ്. കാര്യശേഷിയും നേതൃപാഠവുമുള്ള ഉദ്യോഗസ്ഥയായാണ് വിനി മഹാജൻ അറിയപ്പെടുന്നത്. പഞ്ചാബ് മുഖ്യമന്ത്രിയായിരുന്ന ക്യാപ്റ്റൻ അമരീന്ദർ സിംഗിന്റെ ഏറ്റവും വിശ്വസ്തയായ ഉദ്യോഗസ്ഥയായിരുന്നു വിനി മഹാജൻ. ഈ 3 പേരിൽ ആര് ക്യാബിനറ്റ് സെക്രട്ടറി പദവിയിലെത്തിയാലും ഒന്നുറപ്പിക്കാം, കറപുരളാത്ത സേവന പാരമ്പര്യമുള്ള ഉദ്യോഗസ്ഥരാണ് മൂവരും. സർവീസ് ജീവിതത്തിൽ ഒരിക്കലും അഴിമതിക്കോ കെടുകാര്യസ്ഥതയ്ക്കോ വശംവദരാകാതെ രാജ്യ താല്പര്യം മാത്രം മുൻനിർത്തി പ്രവർത്തിച്ച് പരിചയമുള്ളവരാണ് ഈ ഉദ്യോഗസ്ഥരെല്ലാം. 2024 ജൂണിൽ അധികാരമേൽക്കുന്ന സർക്കാരിൽ ക്യാബിനറ്റ് പദവിയിലേക്ക് ഇവരിൽ ആരെത്തുമെന്ന് കാത്തിരുന്നു കാണാം.